കോട്ടയത്ത് സ്റ്റെഫിൻ്റെ മൃതദേഹം എത്തിച്ചേർന്നിരിക്കുകയാണ്. കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ്റെ മൃതദേഹമാണിപ്പോൾ പാമ്പാടിയിലെ വീടിന് സമീപത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ദുരന്തം ഉണ്ടായപ്പോൾ ശ്വാസം മുട്ടിയും ഒപ്പം തീയിൽപ്പെട്ടുമാണ് കൂടുതൽ ആളുകളും മരിച്ചിട്ടുള്ളത്. കൂടുതൽ ആളുകളും ഈ പുക കാരണം പുക ശ്വസിച്ചാണ് മരിച്ചത് എന്നാണ് കുവൈറ്റ് ഫയർഫോഴ്സ് ഔദ്യോഗികമായി ഇപ്പോൾ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. സ്റ്റെഫിൻ്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഞായറാഴ്ച വരെ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ച ശേഷം തിങ്കളാഴ്ചയായിരിക്കും സംസ്കാരം ഉണ്ടാവുക എന്നാണ് വ്യക്തമാകുന്നത്. PR പ്രവീണയാണ് ചേരുന്നത്. PR പ്രവീണ, ചേതനയറ്റ മൃതദേഹവുമായി സ്റ്റെഫിൻ, പ്രതീക്ഷകളുടെ ആകാശത്തേക്ക് കുവൈറ്റിലേക്ക് പറന്നുപോയ സ്റ്റെഫിൻ ഇപ്പോൾ ചേതനയറ്റ് തിരികെ എത്തിയിരിക്കുകയാണ് സ്വന്തം നാട്ടിൽ. ബിനിൽ, സങ്കടം സഹിക്കാനാകാത്ത കാഴ്ചയാണ്. ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരും ജനപ്രതിനിധികളും അടക്കമുള്ളവർ ഇപ്പോൾ കോട്ടയം മന്ദിരം ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. സ്റ്റെഫിന്റെ മൃതദേഹം ഇന്നും നാളെയും മോർച്ചറിയിൽ സൂക്ഷിക്കും. തിങ്കളാഴ്ചയാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. സ്റ്റെഫിന്റെ സഹോദരൻ, കുവൈറ്റിൽ ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ നാളെയേ എത്തുകയുള്ളൂ. അതുകൊണ്ട് കൂടിയാണ് ഈ സംസ്കാര ചടങ്ങുകൾ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത്. ഇസ്രായേലിലുള്ള സഹോദരൻ ഇന്നലെ രാത്രി 7:30 വീട്ടിലെത്തിയിരുന്നു. അച്ഛനും അമ്മയും 3 സഹോദരങ്ങൾ അടങ്ങുന്ന കുടുംബം ഏറെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറി MTech റാങ്ക് നേടി കുവൈറ്റിലേക്ക് ജോലിക്ക് പോയി ശേഷം ഈ അടുത്ത മാസം വരാനിരിക്കെയാണ് അപ്രതീക്ഷിതമായി ഈ ദുരന്തമുണ്ടാകുന്നത്. ദുരന്തത്തിന്റെ നടുങ്ങൽ ആ വീട്ടുകാരിൽ നിന്നും ഇതുവരെ മാറിയിട്ടില്ല. മാത്രവുമല്ല, അച്ഛൻ ഒരു രോഗിയാണ്. അച്ഛന്റെ ചികിത്സ, പുതിയ വീട് പണി, ഇതെല്ലാം തന്നെ സ്റ്റെഫിന്റെ ചുമലിലായിരുന്നു. അങ്ങനെ ഒരു ഗൃഹനാഥന്റെ റോളിൽ പോകവെയാണ് ഈ സ്റ്റെഫിനെ ഇപ്പോൾ തീകോളം വിഴുങ്ങിയത്. സ്റ്റെഫിന്റെ മരണം ഇപ്പോഴും ഉൾക്കൊള്ളാനാകാതെയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കമുള്ളവർ എത്തിയിരിക്കുന്നത്. നന്നായി പാട്ടുപാടും, കീബോർഡ് വായിക്കും, അതുപോലെ തന്നെ നാട്ടിലെ കാര്യങ്ങളിലൊക്കെ യുവജന പ്രസ്ഥാനങ്ങളിലൊക്കെ സജീവമായിരുന്ന ഒരാളായിരുന്നു. പഠിക്കാൻ മിടുക്കനായിരുന്നു. MTech റാങ്ക് നേടിയാണ് ജോലി വാങ്ങിപ്പോയത്. അങ്ങനെ തൊടുന്ന മേഖലകളിലെല്ലാം തൻ്റെ സാന്നിധ്യം തെളിയിച്ച ആ മനുഷ്യനാണ് ഇന്ന് സ്വപ്നങ്ങളെല്ലാം ബാക്കി വച്ച് ചേതനയേറ്റെത്തിയിരിക്കുന്നത്. 2 സന്തോഷ കാര്യങ്ങളാണ് സ്റ്റെഫിൻ്റെ വീട്ടിൽ അടുത്ത മാസം നടക്കാനിരുന്നത്. ഒന്ന്, ഏറെ ആശിച്ച്, അതായത് 25 വർഷത്തിലേറെ വാടക വീടുകളിലാണ് സ്റ്റെഫിനും കുടുംബവും കഴിഞ്ഞിരുന്നത്. അതിൽ നിന്നൊരു മുക്തി, സ്വന്തമായൊരു വീടും പറമ്പും അത് വാങ്ങി വീട് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒപ്പം തന്നെ സ്റ്റെഫിന്റെ വിവാഹവും നടക്കാനിരിക്കുകയായിരുന്നു. ഈ 2 സന്തോഷങ്ങളും സ്വപ്നങ്ങൾ ബാക്കി വച്ചാണ് സ്റ്റെഫിൻ ഇപ്പോൾ മടങ്ങുന്നത്, ഈ ലോകത്തു നിന്ന് മടങ്ങുന്നത്. ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് ഇപ്പോൾ താമസിക്കുന്ന വാടക വീട്ടിൽ 1/2 മണിക്കൂർ പൊതുദർശനം ഉണ്ടാകും. അത് കഴിഞ്ഞ ശേഷം പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന പുതിയ വീട്ടിൽ അവിടെ 1/2 മണിക്കൂർ. ഇനി ആ വീട്ടിലേക്ക് സ്റ്റെഫിൻ എത്തില്ലെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തന്നെ അവിടെയും അന്ത്യവിശ്രമത്തിനുള്ള സമയമൊരുക്കും. അതിനുശേഷം പള്ളിയിലേക്ക് കൊണ്ടുപോയി അവിടെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്റ്റെഫിന്റെ സുഹൃത്തുക്കളും നാട്ടുകാരും അതുപോലെ തന്നെ വിവിധ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ സ്റ്റെഫിന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അച്ഛനെയും അമ്മയും ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആകാതെ നിൽക്കുകയാണ് കുടുംബക്കാരും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ. ഇപ്പോൾ മന്ദിരം ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹം ഔദ്യോഗിക പ്രതിനിധി എന്നുള്ള നിലയിൽ ജില്ലാ കളക്ടറാണ് ഏറ്റുവാങ്ങിയത്. നേരത്തെ മന്ത്രി VN വാസവൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ബന്ധുക്കളെ കണ്ട് ആശ്വസിപ്പിച്ചിരുന്നു. ഇപ്പോൾ ജില്ലാ കളക്ടറാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. ഇവിടുത്തെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ അവരുടെ വിശ്വാസികളായ അവരുടെ പള്ളിയിലെ പ്രതിനിധികളും കൂട്ടുകാരും ബന്ധുക്കളുമൊക്കെയുണ്ട്. സഹോദരൻ എത്തിയിട്ടില്ല. ഒരു പക്ഷേ ഇത് കാണാനുള്ള അദ്ദേഹത്തിന് അതിനുള്ള ത്രാണി ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. അവൻ രാവിലെ നമ്മളോട്, കെവിൻ എന്നാണ് ഏറ്റവും ഇളയ സഹോദരന്റെ പേര്, ഇസ്രായേലിലാണ് പഠിക്കുന്നത്. കെവിൻ സംസാരിക്കുമ്പോൾ പറഞ്ഞത് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് അച്ഛൻ സുഖമില്ലാതായതോടെ അച്ഛൻ്റെ കാര്യങ്ങൾ അടക്കം എല്ലാ കാര്യങ്ങളും കുടുംബനാഥൻ എന്നുള്ള നിലയിൽ നോക്കിയിരുന്നത് സ്റ്റെഫിനായിരുന്നു. ആ സ്റ്റെഫിൻ്റെ ഈ പെട്ടെന്നുള്ളൊരു വിയോഗം താങ്ങാവുന്നതിലും അപ്പുറമാണ് എന്നുള്ളതായിരുന്നു.
എന്തായാലും ഇന്ന് നാളെയും മന്ദിരം ആശുപത്രിയിൽ സൂക്ഷിക്കുന്ന മൃതദേഹം ഞായറാഴ്ച രാവിലെ 7:30 ഇപ്പോൾ താമസിക്കുന്ന പാമ്പാടിയിലെ വാടക വീട്ടിലെത്തിക്കും. അതിനുശേഷം 9 മണിയോടുകൂടി 8:30 പുതുതായി വച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ, അത് അടുത്ത് തന്നെയാണ്, ഒരു 1/2 കിലോമീറ്റർ അപ്പുറമാണ്, അവിടേക്ക് കൊണ്ടുപോകും. അതിനുശേഷമാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഒരുപാട് പേർക്ക് നല്ല കാര്യങ്ങൾ മാത്രമാണ് പറയാനുള്ളത് സ്റ്റെഫിനെ കുറിച്ച്. എംടെക് പൂർത്തിയാക്കിയ ശേഷമാണ് ജോലിക്കായി കുവൈറ്റിലേക്ക് പോകുന്നത്. 29 വയസ്സായിരുന്നു. വിവാഹവും വീട് കയറി താമസവും ഒക്കെയായി ആഘോഷമായി അടുത്ത മാസം വരാനിരിക്കെയാണ് ദുരന്തം എത്തുന്നത്. രണ്ടാമത്തെ സഹോദരൻ ഒപ്പമുണ്ടായിരുന്ന കുവൈറ്റിൽ തന്നെയാണ്, ഒരേ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. വിവിധ വിഭാഗങ്ങളിലാണെന്നേ ഉള്ളൂ. അദ്ദേഹം കൂടി എത്തിയ ശേഷമായിരിക്കും ബാക്കി ചടങ്ങുകൾ നിശ്ചയിക്കുക. നാടിൻ്റെ പ്രതീക്ഷ എന്നതിനപ്പുറം തന്നെ ഒരു കുടുംബത്തിൻ്റെ എല്ലാ അത്താണിയും പ്രതീക്ഷയുമായിരുന്നു. ഏറ്റവും മുതിർന്ന സഹോദരൻ എന്നുള്ള നിലയിൽ അതിൻ്റെതായ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടുപോകുന്നതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം സ്വന്തം വീടെന്നുള്ളതായിരുന്നു. ആ സ്വപ്നം കൂടി പൂർത്തീകരിക്കാനിരിക്കെയാണ് മരണം സംഭവിച്ചത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്നും സർക്കാർ ഏറ്റുവാങ്ങിയ മൃതദേഹം ആംബുലൻസിൽ പോലീസ് അകമ്പടിയോടെയാണ് മന്ദിരം ആശുപത്രിയിൽ എത്തിച്ചത്. എംബാം ചെയ്ത ശരീരം സൂക്ഷിക്കാൻ കോട്ടയത്ത് ഈ പാമ്പാടിയോട് ചേർന്ന് മറ്റ് സ്ഥലങ്ങളില്ലാത്തതിനാലാണ് മന്ദിരം ആശുപത്രിയിൽ 2 ദിവസം സൂക്ഷിക്കുന്നത്. അതിനുശേഷമാകും, എല്ലാം സർക്കാരിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിലേക്കാണ്. അതിനുശേഷമാകും മറ്റന്നാളോടുകൂടി തിങ്കളാഴ്ചയോടുകൂടി മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോവുക. വീട്ടിൽ ഇപ്പോൾ തന്നെ ആൾക്കാർ വന്നു പോകുന്നുണ്ട്. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ അത്രയും വലിയൊരു ദുരന്തത്തിൻ്റെ ആഘാതം ഏറ്റുവാങ്ങിയ അച്ഛനും അമ്മയ്ക്കും ഒന്ന് പുറത്തിറങ്ങാൻ പോലും ആകാത്ത അവസ്ഥയിലേക്ക് അവർ തളർന്നു കഴിഞ്ഞു. ഒരു സഹോദരൻ മാത്രമാണ് ഇപ്പോൾ നാട്ടിലുള്ളത്. ഇസ്രായേലിൽ നിന്ന് ഈ മരണവിവരം അറിഞ്ഞെത്തിയതാണ്. തളർന്നിരിക്കുന്ന അവനെ ആശ്വസിപ്പിക്കാൻ അവൻ്റെ സുഹൃത്തുക്കളും പാടുപെടുന്നത് നമ്മൾ നേരിൽ കണ്ടതാണ്. ഒരുപാട് പ്രതീക്ഷയോടെ പ്രവാസ ലോകത്തേക്ക് പോയ, ഒരുപാട് പ്രതീക്ഷകളുമായി അടുത്ത മാസം വരാനിരുന്ന ആളാണ് ഇപ്പോൾ ചേതനയറ്റ് ഇങ്ങനെ വന്ന് മോർച്ചറിയിൽ തണുത്തുറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. പ്രതീക്ഷകളുടെ വലിയ ഭാരവുമേന്തി കുവൈറ്റിലേക്ക് ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പോയ 25 വർഷം വാടക വീട്ടിൽ താമസിച്ചിരുന്ന കുടുംബത്തിന് സ്വന്തമായ ഒരു വീട് നിർമ്മിക്കുന്നതിന് നേതൃത്വം നൽകിയ ആ വീടിൻ്റെ പൂർത്തീകരണം കാണുന്നതിന് മുൻപ് സ്റ്റെഫിൻ്റെ ചേതനയറ്റ മൃതദേഹമാണ് ഇപ്പോൾ കോട്ടയത്ത് പാമ്പാടിയിൽ തിരിച്ചെത്തിയിരിക്കുന്നത്. മംഗലം ആശുപത്രിയിലാണ് ഇപ്പോൾ മൃതദേഹം എത്തിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ച മാത്രമായിരിക്കും സംസ്കാരം ഉണ്ടാവുക. ഇസ്രയേലിൽ നിന്നുള്ള സഹോദരൻ തിരികെ എത്തിയിട്ടുണ്ട്. കുവൈറ്റിലുള്ള ഇളയ സഹോദരൻ കൂടി തിരികെ എത്തിയാൽ തിങ്കളാഴ്ചയോടെ സംസ്കാരം ഉണ്ടാകും എന്നാണ് PR പ്രവീണ